ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ പേഴ്സന്റെയും കറണ്ട് ഫീലിങ്സ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ ഈ ബന്ധത്തിന്റെ ഭാവി ഫ്യൂച്ചർ എന്താണെന്നാണ് നോക്കുന്നത്. നോക്കാം. കാർഡ് ഷിഫ്റ്റ് ചെയ്യാണ്. ആദ്യം നമുക്ക് ഓരോരുത്തരുടെയൊക്കെ നോക്കിയതിന് ശേഷം ടാറോ കാർഡ് നോക്കാം. Choose wisely. Distance. Golden cage. Love stories. Expression. Sweet colors. Reflecting hearts. Fine romance. രണ്ട് കാർഡ് കൂടെ കിട്ടിയിട്ടുണ്ട്. സോൾ സെർച്ചിങ്. അഡ്വെഞ്ചേഴ്സ്. കാർഡ്സിന്റെ മീനിങ്ങിലേക്ക് പോവാണ്. ചൂസ് വൈസ്ലി. കൺസിഡർ ലോങ് ടേം ഇഷ്യൂസ് ബിഫോർ യു കമ്മിറ്റ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നു. അവർ നിങ്ങളോട് സംസാരിക്കുന്നു. ഇവിടെ തീരുമാനം എടുക്കുന്നതിനേക്കാൾ മുന്ന് ദീർഘകാല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറയുന്നു. മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് യൂണിവേഴ്സ് പറയുകയാണ്. കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ അത് അധികകാലം മുന്നോട്ട് പോകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും അവരും സെപ്പറേഷനിലാവാൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് ആദ്യത്തെ കാർഡിൽ തന്നെ പറയുന്നതായിട്ട് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് ഡിസ്റ്റൻസ് എന്നാണ്. ചലഞ്ചസ് ദാറ്റ് ക്രിയേറ്റ് സ്പേസ് ബിറ്റ്വീൻ യു. നിങ്ങൾക്കിടയിലെ വെല്ലുവിളികളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ഡിസ്റ്റൻസിലാണെന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് സ്പർശിക്കാൻ പോലും പറ്റാത്ത അത്രയേറെ അകലെയാണ് നിങ്ങളും അവരും എന്ന് പറയുന്നു. അപ്പോൾ സെപ്പറേഷൻ എന്നാണ് കാണിക്കുന്നത്, ഡിസ്റ്റൻസ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ അതിനൊരു ഭാവി ഉണ്ടാകുള്ളൂ, ഫ്യൂച്ചർ ഉണ്ടാകൂ എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഗോൾഡൻ കേജ്. ബ്രേക്ക് ഫ്രീ ഫ്രം സ്ട്രെസ് ആൻഡ് ടോക്സിക് റിലേഷൻഷിപ്പ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവര് ഒരു ഫ്രീഡമാണ് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നത്. സമ്മർദ്ദത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, ആ ബന്ധത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാൻ തന്നെ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണോ, ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ അവർ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്, അവിടെ അവർ സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. എസ്കേപ്പ്, വർക്ക്, ന്യൂ പാത്ത്. അപ്പോൾ അതിൽ നിന്നൊരു മോചനം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പുതിയ വഴികൾ, ന്യൂ പാത്തിനെയാണ് കാണിക്കുന്നത്. നിങ്ങളേക്ക് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ലവ് സ്റ്റോറീസ്. കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് സേയിങ് വാട്ട് നീഡ്സ് ടു ബി സെറ്റ്. പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോൾവ് ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. ആശയവിനിമയം നടത്തുക എന്നാണ്. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യരുത്. അവര് എന്താണോ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ കേൾക്കാനായിട്ട് തയ്യാറാവുക. എന്നിട്ട് വേണം നിങ്ങൾ തീരുമാനം എടുക്കാനായിട്ട്. അവരുടെ സൈഡും കൂടി നമ്മൾ നോക്കേണ്ടേ. നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളെല്ലാം യൂണിവേഴ്സിന് അറിയാം. പക്ഷെ നമ്മൾ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താണോ പറയാനുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കേൾക്കാൻ തയ്യാറാകുക എന്ന് തന്നെയാണ്. എക്സ്പ്രഷൻ, കമ്മ്യൂണിക്കേഷനെ തന്നെയാണ്. ബീങ് ഏബിൾ ടു ഷെയർ യുവർ ഫീലിങ്സ് ഓപ്പൺലി. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ വികാരങ്ങൾ തുറന്നു പങ്കുവയ്ക്കാൻ കഴിയുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം. ഒരു കമ്മ്യൂണിക്കേഷൻ വന്നാലല്ലേ, ആശയവിനിമയം വന്നാലല്ലേ പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് എത്തുകയും ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാർഡ് മീൻ ചെയ്യുന്നത്. ഇവരെ
വൾണറബിൾ ഹോണസ്റ്റി എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് സത്യസന്ധമായി തന്നെയാണ് ആഗ്രഹിക്കുന്നത്, ആത്മാർത്ഥമായിട്ട് തന്നെയാണ് എന്ന് പറയുന്നു. സ്വീറ്റ് അലർ, എംബ്രേസ് ദി അൺനോൺ ആൻഡ് ലെറ്റ് ലവ് ബ്ലൂംസ് ഓൺ ഇറ്റ്സ് ഓൺ. അജ്ഞാതമായതിനെ സ്വീകരിക്കാൻ പറയാണ്. സ്നേഹം സ്വയം പൂക്കാനായിട്ട് അനുവദിക്കാൻ പറയാണ്. അവർ തെറ്റ് തിരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാകൂ. നിങ്ങളുടെ പ്രണയ ജീവിതം പൂക്കാനായിട്ട് അനുവദിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന കാര്യത്തെയാണ്. നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ജീവിതം എന്താണ്, എങ്ങനെയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന്. മിസ്റ്ററി, ബിലീഫ്, ലെറ്റ് ഗോ എന്നാണ്. ഇവിടെ നിഗൂഢമായ സത്യങ്ങളെയാണ് കാണിച്ചു തരുന്നത്. അജ്ഞാതമായതിനെ അല്ലെങ്കിൽ അവർ മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വസിക്കാൻ പറയാണ്. അവർ ഇനിയും പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. വിശ്വസിക്കാൻ പറയാണ്. മുന്നോട്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം ഈ റീഡിംഗ് കാണുന്ന എല്ലാവരും ഒരേ എനർജീസ് അല്ല. അപ്പോൾ നിങ്ങൾക്കാണ് തീരുമാനമെടുക്കാനായിട്ട് ഏറ്റവും അർഹതയുള്ളത്. നിങ്ങളുടെ ജീവിതമാണ്. തീരുമാനമെടുക്കുന്നതിനേക്കാൾ മുന്നേ അവൾക്ക് പറയാനുള്ളത് കേൾക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ തീരുമാനങ്ങൾ എന്തെന്ന് അവരെ അറിയിക്കുകയും വേണം. ഫ്ലട്ടറിംഗ് ഹേർട്സ്, എൻജോയ് ദി റൊമാൻസ് ആൻഡ് ഡിസൈഡ് ഇഫ് യു വാണ്ട് മോർ. ഈ സ്നേഹബന്ധത്തെ, ഈ റൊമാൻസിനെ ആസ്വദിക്കാൻ പറയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. കുറച്ചും കൂടി വേണോ എന്ന് യൂണിവേഴ്സ് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? നിങ്ങൾ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നു എന്നാണ്. അവരുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണ് എങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. നിങ്ങൾക്കറിയാലോ. അപ്പോൾ തിരിച്ചുവരവിനെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. സ്വീറ്റ് ഫീലിങ്സ് ഫ്യൂച്ചർ എന്നാണ്. അപ്പം നിങ്ങളുടെ ഭാവിയിൽ അവർ ഉണ്ടാകുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. തെറ്റ് തിരുത്തിക്കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ അവർ സമ്മർദ്ദത്തിലാണെന്ന് പറയുന്നു. അവർ ചെയ്തിട്ടുള്ള തെറ്റ് തന്നെയാണ് അവരെ സമ്മർദ്ദത്തിലാഴ്ത്തിയിട്ടുള്ളത് എന്ന് പറയുന്നു. ഫൈൻ റൊമാൻസ്, കോച്ച് അപ്പ് ഇൻ എ whirlwind ഓഫ് ഇമോഷൻസ് ആൻഡ് പ്രോമിസസ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വികാരങ്ങളുടെ, വാഗ്ദാനത്തിന്റെ ആ ഒരു ചുഴലിക്കാറ്റിൽ ഞാൻ കുടുങ്ങിപ്പോയി എന്നാണ്. പാസ്റ്റിലെ കാര്യമാണ്. അതുകൊണ്ടാണ് അവർക്ക് തീരുമാനം എടുക്കാനായിട്ട് സാധിക്കാഞ്ഞത് എന്നവർ പറയുന്നു. അപ്പോൾ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത് മറ്റുള്ളവർക്ക് അവർ വാഗ്ദാനം കൊടുത്തിരുന്നു. അപ്പോൾ മറ്റു വ്യക്തികൾ എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് തിരിച്ചു വരുവാനായിട്ട് സാധിക്കാഞ്ഞത്. ഇത്രയും ഒരു ഡിസ്റ്റൻസ് വന്നതെന്ന് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ്. പക്ഷെ നിങ്ങളുള്ള സ്നേഹത്തെ കാണിക്കുന്നുണ്ട് മിസ്റ്ററി അട്രാക്ഷൻ എന്നാണ്. ഇവിടെ പ്രപഞ്ചം തന്നെ അവരെ അറിയിക്കുന്നത് ഈ ബന്ധം ഒരിക്കലും എൻഡായി പോകുന്ന ഒന്നല്ല എന്നാണ്. നിങ്ങളോട് തോന്നുന്ന അട്രാക്ഷനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്. അത് തന്നെയാണ് അവർ തിരിച്ചറിയുന്ന നിമിഷമായിട്ട് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ യൂണിവേഴ്സ് ഇവിടെ അഡ്വെഞ്ചർ ആയിട്ട് കാണിച്ചു തരികയാണ്. ഹാവിങ് ന്യൂ എക്സ്പീരിയൻസ് ആൻഡ് മേക്കിംഗ് ന്യൂ ഫ്രണ്ട്സ്. നിങ്ങൾ പുതിയ അനുഭവങ്ങൾ തേടുകയാണ് അല്ലെങ്കിൽ അനുഭവിച്ചറിയുകയാണ്. യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാവാം നിങ്ങൾ. ഒരുപാട് സുഹൃത്തുക്കൾ, പുതിയ പുതിയ കണക്ഷൻസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്ട് തരണം ചെയ്യാനായിട്ട്, നിങ്ങളുടെ വിഷമങ്ങളെ മറികടക്കുവാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത വഴിയെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ യാത്രകളെ ഇഷ്ടപ്പെടുന്നു, കൂടുതൽ അഡ്വഞ്ചറായിട്ട് കാണാൻ ശ്രമിക്കുന്നു, ജീവിതത്തെ കാണാൻ ശ്രമിക്കുന്നതായിട്ടാണ് പറയുന്നത്. ട്രാവൽ, ചേഞ്ച് പ്ലാൻസ്. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുകയാണ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പാകപ്പെടുത്തുന്നുണ്ട്. ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്, കുറച്ചുകൂടി ബോൾഡ് ആയിട്ടുണ്ട്. നിങ്ങളുടെ പ്ലാനിനെ കാണിക്കുന്നു, ഫ്യൂച്ചറിനെ കാണിക്കുന്നു, നിങ്ങളുടെ പദ്ധതിയെ കാണിക്കുന്നു. സോൾ സെർച്ചിങ്, നീഡിങ് ടു വർക്ക് ഓൺ സം പേഴ്സണൽ ഇഷ്യൂസ് ഫസ്റ്റ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യമാണ് ആദ്യം ചില വ്യക്തിപരമായ കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ടെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു. നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ പറയാണ്, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇത്രയും നാളും നിങ്ങൾ മാറി നിൽക്കായിരുന്നില്ലേ? നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ടല്ലേ നിങ്ങൾ മാറി നിന്നിട്ടുള്ളത്. ഞാൻ ഇനി എൻ്റെ കാര്യങ്ങളൊന്ന് നോക്കട്ടെ. എനിക്ക് എൻ്റെതായ ഒരു സ്പേസ് വേണം. ഞാൻ തിരിച്ചു വരും. പഴയ ഞാനായിട്ടല്ല തിരിച്ചു വരുന്നത്. എന്നിലെ എനർജി മാറിയിട്ടുണ്ട്, പോസിറ്റീവ് എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിച്ചാലും, നിങ്ങൾ വന്നാലും നിന്നാലും പോയാലും, എനിക്ക് എൻ്റെ പ്രപഞ്ചമുണ്ട്. ആ തിരിച്ചറിവിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് ഞാൻ വരണമെങ്കിൽ ഞാൻ ഞാനായിട്ട് മാറണം. അതിന് എനിക്ക് കുറച്ച് സമയം ആവശ്യമുണ്ട്. ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. നിങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. നമുക്കിനി ടാരോ കാർഡ് എടുത്ത് നോക്കാം. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഭാവി എന്താണ്?
ആദ്യത്തെ കാർഡ് ഫൂൾ റിവേഴ്സ് ആണ്. 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. 2 ഓഫ് വാൻഡ്സ്, 6 ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് കപ്സ്, 7 ഓഫ് കപ്സ്. രണ്ടേശ കാർഡ് കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഏസ് ഓഫ് സോർഡ്സ്, ഒരു കാർഡും കൂടി എടുക്കാം. പേജ് ഓഫ് സോർഡ്സ്. ആദ്യത്തെ കാർഡ് ഫൂളാണ്, റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്നും ഓൾറെഡി ആൻസർ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതം എന്തെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സോൾ പർപ്പസ് എന്തെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഭാവി എന്തെന്ന് നിങ്ങൾക്ക് അറിയാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളുടെയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ചോയ്സ് തേടിയിട്ടാണ് നിങ്ങൾ ഇന്ന് പോയിട്ടുള്ളത്. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾ വിഡ്ഢിയായി പോയോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് പാസ്റ്റിൽ. എന്നാൽ ഇപ്പോഴത്തെ ചിന്ത എന്ന് പറയുന്നത് ഞാൻ വിഡ്ഢിയായിട്ടില്ല, തിരിച്ചറിവാണ് എന്നിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അനലറ്റിക് തിങ്കിങ്ങിലൂടെ കൊണ്ടുപോവാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഗ്രാഫിനെയാണ് നിങ്ങൾ നോക്കുന്നത്, ഉയർച്ച താഴ്ചകളെയാണ് നിങ്ങൾ നോക്കുന്നത്. അതിലൂടെ പാഠങ്ങൾ പഠിച്ചു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി എന്ത് ചെയ്യുവാനും നിങ്ങൾക്ക് വരുന്ന ധൈര്യത്തെ, നിങ്ങളുടെ പവറിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. ടു വാൻഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള സ്നേഹം അവിടെയുണ്ട്, ഇല്ല എന്നല്ല. താൽക്കാലികമായിട്ട് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ സാഹസികമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. യാത്രയെ കാണിക്കുന്നു. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വരുന്ന ഒരു യാത്രയെ കാണിക്കുന്നുണ്ട്. 2 ആഴ്ചക്കുള്ളിലാകാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സനെ താൽക്കാലികമായിട്ട് മാത്രമാണ് നിങ്ങൾ മാറ്റിവെച്ചിട്ടുള്ളത്. അവർ വരുമ്പോൾ വരട്ടെ, ഞാൻ എന്ന വ്യക്തിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് അവർ വരട്ടെ. അതുവരേക്കും ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന എനർജി നിങ്ങളുടെ ലൈഫിനെയാണ്, നിങ്ങളുടെ ഫ്യൂച്ചറിനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അവരോട് സ്നേഹമില്ല എന്നല്ല, പക്ഷെ നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നാണ്. 6 ഓഫ് സോർഡ്സിന്റെ എനർജി പറയുന്നത് ട്രാൻസിഷനെയാണ്. നിങ്ങളിലെ മാറ്റത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. നിങ്ങൾ തളർന്നിരിക്കേണ്ട വ്യക്തിയല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ യൂണിവേഴ്സ് ഉണ്ടെന്നാണ്. അറൈവിങ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള സമയത്ത്, അനുയോജ്യമായ സമയത്ത് നിങ്ങളിലേക്ക് വരുന്ന സഹായത്തെ വ്യക്തികളിലൂടെ യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നു, ഏഞ്ചൽസിലൂടെ യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നു എന്നാണ്. നിങ്ങളുടെ പാസ്റ്റിന്റെ ഓർമ്മകൾ നിങ്ങൾക്കുണ്ട്. ആ വേദന നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഹീലാവണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ഹീലിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കണം. ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം. ആരോടും ദേഷ്യവും വൈരാഗ്യവും പാടില്ല. അതുപോലെ തന്നെ യൂണിവേഴ്സ് പറയുന്നു, ഇപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ ട്രാൻസിഷനിലൂടെ പോവുകയാണ്. ആ ഒരു ജേണിയിലൂടെ പോവുകയാണ്. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനെ, അച്ചീവ്മെന്റിനെയാണ് നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഹെൽപ്പ് ഉണ്ടെന്ന് തന്നെയാണ് കാർഡ്സ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സിനെയാണ് ഏസ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് തോന്നുന്നുണ്ട്. നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളിലാണ് ഒരു പോസിറ്റീവ് എനർജി അവർ കണ്ടിട്ടുള്ളത്. ന്യൂ ഫൗണ്ട് ഇമോഷൻ എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന പേഴ്സന്റെ എനർജിയാണ്. പോസിറ്റീവ് ഔട്ട്കംസ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ന്യൂ കണക്ഷൻ അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാർഡ് മീൻ ചെയ്യുന്നു. ഇവിടെ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട്, സാധ്യത കണ്ടുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു, നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. 7 ഓഫ് കപ്സിന്റെ എനർജി ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്നാണ്. ആ ഓപ്ഷനുകളിലെ ഒരു വ്യക്തി മാത്രമായിരുന്നു നിങ്ങൾ. അവരിലെ പ്രോഗ്രസിനെ, അവരുടെ ലൈഫിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് അവർ ജീവിച്ചിരുന്നത്. ആ ഒരു സമയത്ത് നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായില്ല എന്നാണ് പറയുന്നത്. ഇന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് നിങ്ങൾ എന്ന കപ്പിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. വിഷ്ഫുൾ തിങ്കിങ് എന്നാണ്. അവരുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു ചോയ്സ് ഓപ്ഷൻ മാത്രമായിരുന്ന നിങ്ങൾ അവരുടെ ഫ്യൂച്ചറിലേക്ക് വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നതായിലൂടെ കാണിക്കുന്നത്.
നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നോക്കിക്കണ്ടാണ് അവരുടെ ലൈഫിന്റെ ആ ഒരു പർപ്പസ്, ലക്ഷ്യം കണ്ടുകൊണ്ടാണ് അവർ പോയിട്ടുള്ളത്. എന്നാൽ അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഹാപ്പി ആയിട്ടിരുന്നില്ല അവരുടെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങളിലാണ് അവർ പോസിറ്റീവ് എനർജി കണ്ടിട്ടുള്ളത്. അവരുടെ ചിന്തകളെ കാണിക്കുന്നു. ഏസ് ഓഫ് സ്വാർട്സിന്റെ എനർജിയിലൂടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. കുറെ സത്യങ്ങൾ, ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ്. നിങ്ങളും അവരും സെപ്പറേഷനിലായ ഒരു നിമിഷത്തില് നിങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവർക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് അവരെ സ്നേഹിച്ചിട്ടുള്ളത് എന്നുള്ള സത്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ട്രൂത്ത് റിവീൽഡ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അവയർനെസ് ആണ്. ഈ ഒരു ബന്ധത്തിൽ സക്സസ്, വിക്ടറി എന്നാണ്. ഫ്യൂച്ചറിൽ നിങ്ങൾ വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ബ്രില്യന്റ് മൊമെന്റ് ഓഫ് ക്ലാരിറ്റി ആണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ പദ്ധതി ഇടുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ഇവിടെ പേജ് ഓഫ് സോർട്സിന്റെ എനർജി റിവേഴ്സ് ആണ്. ഗോസിപ്പിനെ ഭയന്നുകൊണ്ട് ഒരു നെഗറ്റീവ് എനർജി അവരിലേക്ക് വന്നതുകൊണ്ടാണ് അവർ പോയിട്ടുള്ളത് എന്ന് പറയാണ്. ഇവിടെ അവർ പറയുന്നത് തന്നെയാണ്, നിങ്ങളെ അവർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായില്ല. എന്തിനാണ് അവർ ഗോസിപ്പിനെ ഭയന്നത്? എന്താണ് അവരിലേക്ക് ഒരു നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടായിരുന്നത്? നിങ്ങൾ ചീറ്റ് ചെയ്യുമോ? നിങ്ങൾ അവരെ ചതിക്കുമോ? അപ്പോൾ നിങ്ങൾ മൂലം അവർക്ക് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകുമോ എന്നുള്ള ഭയം അവരിലുണ്ടായിരുന്നു. നിങ്ങളെ ഡിസ്ഹോണസ്റ്റി ആയിട്ടാണ് അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് അവർ തിരിച്ചറിയുന്നത് നിങ്ങൾ എന്ന വ്യക്തിയുടെ മൂല്യമാണ്. മറ്റുള്ള വ്യക്തികളുടെ എനർജി ആവാം ഇവിടെ ഗോസിപ്പിനെ ഭയക്കുന്നതായിട്ട് കാണിക്കുന്നു. നെഗറ്റീവ് എനർജി അവരിൽ ഉണ്ടായിരുന്നു. നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വ്യക്തികൾ അവർക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ടാവാം. നിങ്ങളെ കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. അത് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തെറ്റ് അവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് പേഴ്സണലായിട്ട്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ് ഇത് എങ്കിൽ സ്വീകരിക്കാം, ഇല്ല വെച്ച് കഴിഞ്ഞാൽ വിട്ടുകളയാം. ഇവിടെ ഒരു കാർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബ്ലഷ് എന്നാണ്. സോഫ്റ്റ് വിസ്പേഴ്സ് ഓഫ് അഫെക്ഷൻ മേക്ക് ലവ് ബ്ലൂംസ്. സ്നേഹത്തിന്റെ മൃദുലമായ മന്ത്രിപ്പുകൾ. ഇവിടെ ആ ഒരു സ്നേഹത്തെ പൂവണിയിക്കുന്നു എന്നാണ്. ആ ഒരു പ്രണയത്തെ പൂവണിയിക്കുന്നു എന്നാണ്. അപ്പോൾ തെറ്റുകൾ വന്നിട്ടുണ്ട്. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് തയ്യാറാകുന്നുണ്ട്. തീരുമാനം നിങ്ങളുടെയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ജെന്റിൽ റൊമാൻസ് ടെൻറ്റ്. സൗമ്യത ആവശ്യമാണെന്ന് പറയുന്നു. ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് അത്രയേറെ നിങ്ങളോട് അവർക്ക് തോന്നുന്ന ആ ഒരു വികാരം തന്നെ ആയിട്ടാണ് കാണിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. റീഡിംഗ് ഞാൻ നിർത്താണ്. റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.